പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയുമായി യുഎസിന്റെ പുതിയ നികുതി നിർദ്ദേശം. യുഎസ് പൗരരല്ലാത്തവർ ഇനി യുഎസിന് പുറത്തേക്ക് പണമയച്ചാൽ 5% നികുതി ഈടാക്കാനുള്ള നിർദ്ദേശം യുഎസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് മുന്നോട്ട് വെച്ചു. തീരുമാനം നടപ്പായാൽ ഏറ്റവുമധികം ബാധിക്കുക ഇന്ത്യക്കാരെയായിരിക്കും. ലോകത്ത് പ്രവാസി പണം ഏറ്റവുമധികം നേടുന്ന രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നതും ഇപ്പോൾ യുഎസിൽ നിന്നാണ്. 27.7%. UAE 19.2% ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ മറികടന്നാണ് യുഎസ് ഒന്നാമതെത്തിയത്. യുഎസിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന H-1B വിസ, ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും. നിലവിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ യുഎസിൽ തൊഴിലെടുക്കുന്നുണ്ട്. അവർ നിരന്തരം ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവരുമാണ്. മറ്റൊരു തിരിച്ചടി നികുതി വിധേയമായ പണമയക്കലിന് കുറഞ്ഞ പരിധിയുമില്ലെന്നതാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതായത്, ചെറിയ തുക അയച്ചാൽ പോലും 5% നികുതി നൽകണം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 45 ലക്ഷം ഇന്ത്യക്കാരാണ് യുഎസിലുള്ളത്. 2023-24 സാമ്പത്തിക വർഷം മാത്രം ഇവർ ഇന്ത്യയിലേക്ക് അയച്ചത് ഏകദേശം $3200 കോടി, അതായത് 2.7 ലക്ഷം കോടി രൂപയോളം. ലോകബാങ്കിന്റെ 2024 കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ആകെ $12,910 കോടി ഇന്ത്യയിലേക്ക് അയച്ചത്. ഇത് റെക്കോർഡാണ്. 2023-ൽ $12,500 കോടി ആയിരുന്നു. പ്രവാസി പണം നേടുന്നതിൽ മറ്റു രാജ്യങ്ങളെയെല്ലാം ബഹുദൂരം പിന്തള്ളി ഇന്ത്യ തന്നെയാണ് കാലങ്ങളായി ഒന്നാമത്. രണ്ടാമതുള്ള മെക്സിക്കോ 2024-ൽ നേടിയത് $6,820 കോടി ആയിരുന്നു. മൂന്നാമതുള്ള ചൈനയിലേക്ക് ഒഴുകിയത് $4,800 കോടി. പ്രവാസികളെയും നാട്ടിലെ അവരുടെ കുടുംബങ്ങളെയും നിരാശപ്പെടുത്തുന്നതാണ് യുഎസിന്റെ പുതിയ നികുതി നിർദ്ദേശം. ഇത് നടപ്പായാൽ ഉദാഹരണത്തിന് $1000 നാട്ടിലേക്ക് അയച്ചാൽ അതിൽ നിന്ന് $50 നികുതിയായി യുഎസ് പിടിക്കും. യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രവാസ പണമൊഴുക്കിൽ $160 കോടി ഇടിവുണ്ടായേക്കാം. ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ. നിയമം നടപ്പാക്കും മുമ്പ് യുഎസിലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കാനും സാധ്യതയുണ്ട്. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഏറ്റവും അധികം പ്രവാസി പണം നേടുന്നത് മഹാരാഷ്ട്രയാണ്. കേരളത്തിൽ നിന്നാണ് ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര പിടിച്ചെടുത്തത്. രണ്ടാമതായ കേരളത്തിലേക്ക് എത്തുന്നത് 2023-24 കണക്കുകൾ പ്രകാരം 19.7%. തമിഴ്നാട് 10.4%, തെലങ്കാന 8.1%, കർണാടക 7.7%, ആന്ധ്രാപ്രദേശ് 4.4%, ഡൽഹി 4.3% എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത്. എന്നിരുന്നാലും യുഎസിന്റെ നികുതി നിർദ്ദേശം അമേരിക്കൻ മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെയും ബാധിച്ചേക്കും. ഇത് കേരളത്തിന് വൻ തിരിച്ചടിയാകും. സ്ഥിര നിക്ഷേപം നടത്തുന്നവർക്കും ചിട്ടി നിക്ഷേപകർക്കും കൂടുതൽ നേട്ടത്തിന് വഴിയൊരുക്കി വിവിധ നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് KSFE വർദ്ധിപ്പിച്ചു. ജനറൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ചിട്ടി പ്രൈസ് മണി ഡെപ്പോസിറ്റ്, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപ പദ്ധതികളുടെ പലിശയാണ് പരിഷ്കരിച്ചത്. ജനറൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ചിട്ടി പ്രൈസ് മണി ഡെപ്പോസിറ്റ് തുടങ്ങിയവയുടെ പലിശ നിരക്ക് ഒരു വർഷത്തേക്ക് 8.50% 1 മുതൽ 2 വർഷം വരെയുള്ള നിക്ഷേപത്തിന് 8%, 2 മുതൽ 3 വർഷം വരെയുള്ള നിക്ഷേപത്തിന് 7.75% പുതുക്കിയ നിരക്ക്. ചിട്ടിയുടെ മേൽ ബാധ്യതയ്ക്കുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.75-ൽ നിന്ന് 9%. 181 മുതൽ 364 ദിവസം വരെയുള്ള ഹ്രസ്വകാല നിക്ഷേപത്തിന്റെ പുതുക്കിയ പലിശ 6.50%. നേരത്തെ ഇത് 5.50% മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദനം നിക്ഷേപ പദ്ധതിയുടെ പലിശ 8.75% തുടരും. എന്നാൽ പ്രായപരിധി 60-ൽ നിന്നും 56 കുറച്ചത് കൂടുതൽ നിക്ഷേപകർക്ക് നേട്ടമാകും എന്നാണ് വിലയിരുത്തൽ. KSFE-യിലെ നിക്ഷേപങ്ങൾക്ക് പൂർണ്ണ സർക്കാർ ഗ്യാരണ്ടിയുമുണ്ട്.